ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു ഷോർട്ട് ടോപ്പിൻ്റെ ഒരു കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ജീൻസിനൊക്കെ ഇടാം, സ്ലീവ്ലെസ് ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സ്കേർട്ടിനും ഇടാം കേട്ടോ. ഇത്തിരി ഷോർട്ട് ടോപ്പായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. എളുപ്പമാണ് തയ്ക്കാനായിട്ട്. ഇപ്പോൾ തയ്യൽ പ്രത്യേകിച്ച് അറിയാതെ ബേസിക് അറിഞ്ഞാൽ മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കൊരു ബാക്കി വന്ന തുണി കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 മീറ്റർ തുണി ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് ചെയ്യേണ്ടത്. ഒരു ബോക്സ് പ്ലീറ്റ് ഒക്കെ ഫ്രണ്ടിൽ ചെറിയൊരു ബോക്സ് പ്ലീറ്റ് കൊടുത്ത് ചെറിയൊരു വെറൈറ്റിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതാണ് ആ മെറ്റീരിയൽ. ഇതൊരു ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഞാൻ മുമ്പൊരു ഫ്രോക്ക് തയ്ച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന തുണിയാണ്. ഇതൊരു മീറ്റർ കഷ്ടി മതി നമുക്ക് ഈ ഒരു ടോപ്പ് തയ്ക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ തയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ബാക്കിലേക്കുള്ള ഇത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റ് വെക്കണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം ബാക്കിലേക്കുള്ളത് കട്ട് ചെയ്തെടുത്തു. ഇത് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. കണ്ടോ, ഇത് ബാക്ക് പാർട്ടാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ബിഗിനേഴ്സിനൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമ്മളൊരു സീം അലവൻസ് നമ്മൾ മുകളിൽ കൊടുക്കില്ലേ, ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. ഒന്ന് വരച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ലെങ്ത്ത് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 19 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 19 ഇഞ്ച്, അതിന് ശേഷം 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ട് എടുത്തിട്ട് 19 ഇഞ്ച്, അതിന് താഴെ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 1/2 ഇഞ്ച് മുകളിൽ 1 ഇഞ്ച് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിൻ്റെ ഷോൾഡർ ഞാൻ കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ആം ഹോൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്ലീവ്ലെസ് ആണല്ലോ, 6 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ലൈൻ വരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇനി എൻ്റെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം ചെയ്യണ്ട, 8 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം. 32 ഇഞ്ചാണല്ലോ, അപ്പോൾ ഫുള്ള് അതിൻ്റെ 4/1 ഭാഗം 8 ഇഞ്ച്. ഇനി 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വേസ്റ്റിൻ്റെ ഭാഗം എടുക്കാം. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 13.5 ഇഞ്ച് ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഈ ഒരു ടോപ്പിന് 13.5 ഇഞ്ച് വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തി. ഇനി അവിടുത്തെ വണ്ണം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് വരുന്ന വണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് അവിടുത്തെ വണ്ണം കേട്ടോ. എനിക്ക് അവിടുത്തെ വണ്ണം വരുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ആ 13.5 ഇഞ്ചിൽ ഇതുപോലെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണമല്ലോ. അപ്പോൾ ആ തയ്യൽ തുമ്പിനുള്ളത് 2 ഇഞ്ച് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചിട്ട് കേട്ടോ. മനസ്സിലായല്ലോ കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ 19 ഇഞ്ച് ലെങ്ത്ത് വരില്ലേ, ആ ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് വരുന്ന വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ് ആ ഭാഗത്ത് എൻ്റെ വണ്ണം വരുന്നത്. അപ്പോൾ നിങ്ങളില്ലേ 8.5 ഇഞ്ച്, നമ്മൾ 8.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. നിങ്ങൾ ഓരോരുത്തരുടെയും അവിടുത്തെ വണ്ണം എടുത്തിട്ട് അത് അടയാളപ്പെടുത്തുക കേട്ടോ, അതിൻ്റെ 4/1 ഭാഗം. 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് എല്ലാ പോയിൻറ്റ്സും നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക്, ഇതിപ്പോൾ നല്ല ഷോർട്ടായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്തിരി ലോങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 20, 21, 22 ഒക്കെ എടുക്കാം. ഞാനിത് ഷോർട്ടായിട്ടാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. തുണി ഇല്ലാണ്ടല്ല, എൻ്റെ മോൾക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തയ്ച്ചത്. പിന്നെ ഇതിൻ്റെ ആം ഹോളിൻ്റെ പകുതി എടുക്കുക. ആം ഹോളിൻ്റെ നമ്മൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും വരയ്ക്കില്ലേ, അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചിട്ട് ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ആ ചെസ്റ്റ് ലൈനിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ഇവിടെ ഞാൻ കുഴിച്ച് വരയ്ക്കില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ലീവ്ലെസ് ആണല്ലോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് കുഴിച്ച് വരയ്ക്കില്ല കേട്ടോ. ബാക്കിയെല്ലാം എൻ്റെ അളവുകളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഭാഗം, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം കേട്ടോ. അവിടെ ഒന്ന് തൂങ്ങി ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഒന്ന് ഷേപ്പായി നിൽക്കാൻ വേണ്ടി ഞാൻ ആ ഭാഗത്തൊരു ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കൊടുത്താൽ മതിട്ടോ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു കോർണറിൻ്റെ ആ സുഖമായിട്ടിരിക്കില്ല, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തത്. ഇനി ഇതിൻ്റെ നെക്ക് വിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു പോയിൻറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പോയിൻ്റ് എടുത്തിട്ടുള്ളൂ. താഴേക്ക് 4 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4.5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്വയർ തന്നെയാണ് ചെയ്യുന്നത്, റൗണ്ട് അല്ല കേട്ടോ, സ്ക്വയർ തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇനി ഫ്രണ്ട് പാർട്ട് ഇത്തിരി തുണി കുറച്ച് കൂടുതൽ വേണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുത്തു. അതിന് ശേഷം ഒരു 8 ഇഞ്ച് നമ്മൾ ഇങ്ങനെ അളക്കുന്ന ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 8 ഇഞ്ച് നമ്മളിത് ഇതുപോലെ അടയാളപ്പെടുത്തി താഴേക്ക് വരച്ചെടുക്കാം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളവിടെ ഒരു ബോക്സ് പ്ലേറ്റ് കൊടുത്തിട്ട് കണ്ടില്ലേ, അത് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഒരു 8 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തണം. തുണി ബാക്കിനേക്കാളും ഫ്രണ്ടിലേക്ക് കുറച്ചധികം തുണി വേണം എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ആ ബാക്കിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ തുണിയുടെ ഈ ഒരു പോയിന്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് ലൈനൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. കണ്ടോ,
കണ്ടില്ലേ? അപ്പോൾ ആ ഒരു 8 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക, കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ നമ്മൾ. ഇത് നമ്മളൊന്നും ചെയ്യാനില്ല, നമ്മൾ ആ ട്രേസ് എടുക്കുക, നമ്മൾ ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ഇതില്ലേ, അത് ഫ്രണ്ട് പാർട്ടിനോട് ട്രേസ് എടുത്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ആ 8 ഇഞ്ചിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. ആ 8 ഇഞ്ച് നമ്മൾ അവിടെ വിടണം കേട്ടോ, അത് മറക്കാൻ പാടില്ല. നമുക്കവിടെ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവിടെ ആ ഒരു ബോക്സ് പ്ലീറ്റ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് വരച്ചെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണിത്, നിങ്ങൾക്ക് കുട്ടികൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാം നമുക്ക്, സ്ലീവ്ലെസ് ടോപ്പുകളൊക്കെ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു, ആവശ്യമില്ല എന്നാലും ഞാൻ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ വേസ്റ്റിൻ്റെ ലൈൻ ഞാൻ 13.5 ഇഞ്ചാണ് നേരത്തെ പറഞ്ഞു വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 13.5 ഇഞ്ചിൽ കണ്ടില്ലേ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം ഞാൻ 13.5 ഇഞ്ചിൽ നിന്ന് മുകളിലോട്ട് ഒരു 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് ഞാൻ അടയാളപ്പെടുത്തി. അതെന്തിനാന്ന് പറഞ്ഞു തരാം. ഇതുപോലെ ഞാൻ 13.5 ഇഞ്ച് ഞാൻ എൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്തു. അതിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒരു 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തണമെന്ന് കണ്ടോ. നമുക്ക് ആ ഒരു പ്ലേറ്റിൻ്റെ ഒരു കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതുപോലെ എന്നിട്ട് നമ്മൾ ആ ലൈനൊന്ന് ആ ഒരു ലൈൻ നമ്മളൊന്ന് വരയ്ക്കാട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. മനസ്സിലായല്ലോ? ആ ഒരു ലൈൻ നമുക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തിനാന്നുള്ളത് കേട്ടോ. കണ്ടില്ലേ, അത് 2 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ഇഞ്ച് നമ്മുടെ വേസ്റ്റ് ലൈൻ എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് എടുക്കണമെന്ന് മാത്രമാണ് ഇവർ ശ്രദ്ധിക്കേണ്ടോ. ബാക്കിയെല്ലാം നമ്മളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ആ പോയിൻറ്റ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമുക്ക് കുറച്ച് തുണി കിട്ടിയത് വേസ്റ്റ് ആക്കണ്ട. നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് ഇതുപോലെ ഷോർട്ട് ടോപ്പും സ്ലീവ്ലെസ് ആയിട്ട് അവർക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ടുള്ള ഡ്രസ്സുകൾ തയ്ച്ചെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇനി ഇതുപോലെ നമുക്ക് കിട്ടിയപ്പോൾ അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ലൈനിൽ ഞാൻ ഈ കാണിച്ച ആ ഒരു കണ്ടില്ലേ, ആ ഒരു ലൈൻ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. മനസ്സിലായല്ലോ? ഞാൻ ഒരു സ്റ്റിച്ചിട്ട് നല്ല മുറുക്കി താഴത്ത് ലോക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരണം കേട്ടോ നമ്മൾ ആ ഒരു ഭാഗം വരെ. അതെന്തിനാന്ന് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലീറ്റ് എങ്ങനെയാണ് വരണേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? അപ്പോൾ ഇത് എല്ലാവർക്കും മിക്കവാറും ആളുകൾക്ക് അറിയുമായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ അറിയാത്തവരും കൂടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ കണ്ടോ അതിൻ്റെ സെൻറ്റർ കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ നമ്മുടെ ആ ഒരു പ്ലീറ്റിൻ്റെ സെൻറ്റർ. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു പ്ലീറ്റ് നല്ല ഉറച്ച് കിട്ടണം. നമ്മളവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതിയിട്ട് നമുക്ക് ആ ഒരു ഭാഗം ആ നെക്ക് ശരിയാക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ മറച്ചിടുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്കവിടെ ഒരു പ്ലീറ്റ് കിട്ടില്ലേ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ അതിന്, ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക്. അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതായിട്ടാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ട് കറക്റ്റായി. ഇനി നമുക്ക് അതിൻ്റെ നെക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ സ്ക്വയർ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും ഒരേ അളവ് തന്നെയാണ് നെക്ക് എടുക്കുന്നത്, സ്ക്വയർ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബാക്കിൻ്റെ പാർട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഒരാവശ്യമുണ്ട്, അതുകൊണ്ടാണ് അത് അപ്പോൾ ആ ഒരു പീസിൽ നമ്മൾ ആ മുറിച്ച നെക്കിൻ്റെ അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് എടുക്കുക. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടാനാണ് നെക്കിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് തന്നെയാണ്, ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് തന്നെയാണ് ഞാൻ ഫ്രണ്ടിൽ വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടാം, ബാക്കിൽ കുറയ്ക്കാം, ഫ്രണ്ടിൽ കൂട്ടാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുക കണ്ടോ. തുണി ഇതുപോലെ നമ്മൾ ആ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ട് ഇനി ഇതിൽ നമ്മൾ നെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കണ്ടോ ആ ഒരു സെൻറ്റർ നമ്മൾ ആ തയ്ച്ച ഭാഗത്തിൽ അവിടെ ഒരു കട്ട് കൊടുത്തോളൂ കേട്ടോ. നിങ്ങൾക്ക് കട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും നമുക്കവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, എന്നാലും ഞാൻ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ആ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് സെയിം നെക്കാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നമ്മൾ ആ ബോഡി പാർട്ടിൻ്റെ ഇത് സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, നമുക്കറിയാമല്ലോ നമ്മളവിടെ തയ്ച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ നമുക്കറിയാൻ പറ്റും. ഇനി ഈ ഒരു പീസിൻ്റെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക കണ്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിനോട് ഈ ഒരു ചെറിയ പീസിൻ്റെ സെൻറ്ററും ഒരുപോലെ വെക്കുക കേട്ടോ. നെക്ക് കറക്റ്റായിട്ട് കിട്ടാനുള്ള ഐഡിയ ആണ്. വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും, നമുക്ക് വേറെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പീസ് എടുത്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് നെക്ക് ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് നമുക്കിത് ഇതുപോലെ നമ്മൾ വരച്ചെടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിരിക്കും നമുക്ക്, കാരണം ആ ബാക്കിലത്തെ അതേ നെക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങളിതുപോലെ അളവെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. നമ്മൾ എത്രയാണോ ഷോൾഡറിൽ വെച്ചിട്ട് നമ്മൾ അളവെടുക്കില്ലേ. ഇപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് നിങ്ങൾ അളവെടുത്ത് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഒരേ നെക്കായതുകൊണ്ടാണ് ആ ഒരു പീസ് എടുത്ത് ഇവിടേക്ക് വെച്ചത്. ഇനി ഇവിടെ തുണി ഇതുപോലൊരു വൈറ്റ് തുണി എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ, ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതുപോലൊരു തുണിയിൽ മറ്റേ നെക്കിൻ്റെ ആ ഒരു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസില്ലേ അതെടുത്ത് വെച്ചിട്ടോ അതായത് ചുറ്റും ഒന്ന് വരച്ചു കൊടുത്തു. നമുക്കൊരു പീസ് കിട്ടാനാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യണത്. അപ്പോൾ ഇത് 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തുക. ഈ ഒരു പീസിൻ്റെ ചുറ്റും 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക കേട്ടോ. എല്ലാവർക്കും അറിയണത് തന്നെയാണ്, പക്ഷേ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തി. ഇത് ആ ഒരു പീസിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് തുണി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ജസ്റ്റ് വെള്ള വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് വേസ്റ്റ് തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ബ്ലാക്ക് കട്ട് ചെയ്തെടുത്താലും മതി കണ്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അതെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ നെക്കിൻ്റെ അത് കിട്ടിയില്ലേ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആ നെക്കിലേക്ക് നല്ല പുറത്ത് കേട്ടോ, അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പുറത്ത്, മെയിൻ ക്ലോത്ത് ആണെങ്കിലും ബാക്കിലും ഒരേപോലെ തന്നെ ചെയ്യണേ, ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെയാണ് ചെയ്യണേ. അപ്പോൾ ഇതേ ഇതുപോലെ നല്ല പുറത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഇത് തന്നെയാണ് ബാക്കിൽ ഫ്രണ്ടിൽ ഒരേപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇതേ ഒരു ഇത് തന്നെ മെത്തേഡ് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. ഇനി നമ്മൾ ആ കോർണറുകളിൽ ഇപ്പോൾ നമുക്ക് ആ കോർണർ ഒന്ന് വളഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടി, ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടി ഈ ഒരു കോർണറിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മളിതൊന്ന് മറച്ചിടുമ്പോൾ നമുക്ക് അവിടെ നല്ല ഷേപ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നിലേക്ക് മറച്ചിടാൻ പോവാണ്. മറച്ചിട്ടിട്ട് മടക്കി ഒരു മടക്കിയിട്ട് നമ്മൾ തയ്ച്ച സ്ക്വയറിൽ തന്നെ തയ്ച്ച് വരണം കേട്ടോ. എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കുക. അത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ പോയിൻ്റായിട്ട് നമ്മളൊന്ന് തേച്ചിട്ടും തയ്ച്ചെടുത്താൽ മതി, തയ്ച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് കണ്ട ഞാൻ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രമേ ഞാനിതുപോലെ ഫിനിഷ് ചെയ്തുള്ളൂ കേട്ടോ. നെക്ക് ഇപ്പം ഇത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണതിന് മുമ്പ് ഫ്രണ്ട് പാർട്ടിൻ്റെ എല്ലാ പണികളും നമ്മൾ കഴിക്കണം നെക്കിൻ്റെ. അതിന് ശേഷം ഈ തുണിയുടെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ആ ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കാതെ ഒരു മടക്കിയിട്ട് നമ്മളിത് ഇതുപോലെ 1/2 ഇഞ്ചിൽ തയ്ച്ചു കൊടുത്തിട്ട് ഷോൾഡർ വിരിച്ചിട്ടാൽ നമ്മുടെ കറക്റ്റായിട്ട് വരും. എന്നിട്ട് ഉള്ളിലേക്ക് വെച്ച് മടക്കി വയ്ക്കുക. അത് ഞാൻ അറിയണ കാരണമാണ് ഞാൻ പറയാത്തത്. പിന്നെ ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ ഒരു ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ സ്ലീവിന് നമ്മളിതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ വൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വൈറ്റ് വെച്ചത്. അപ്പം ഇതുപോലെ പുറത്തുനിന്ന് തയ്ച്ച് ഇതുപോലെ പുറത്ത് തയ്ച്ച് വരാം കേട്ടോ. പുറത്തോടെ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ച് നമ്മൾ എടുക്കാം കേട്ടോ. തയ്ച്ചെടുത്ത് കൊണ്ടുവന്നത് ഇതുപോലെ 1/2 ഇഞ്ചിൽ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. ഇനി ഇത് നല്ല പുറത്തുനിന്ന് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാൻ പോകണത്. ഇതുപോലെ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് മടക്കി വയ്ക്കും. ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു പൈപ്പിംഗ് പോലെ അതിന് കൊടുത്തുട്ടോ. തേണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് ഇതുപോലെ വെക്കുക. നമ്മുടെ കണ്ട അതിൻ്റെ ആ ചീത്തപ്പുറം കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നോളൂ കേട്ടോ. ഒരു ചെറിയൊരു ഇപ്പുറത്തെ ഭാഗത്തൊരു പൈപ്പിങ്ങും കിട്ടും, അപ്പുറം ഭാഗം നല്ല നീറ്റായിട്ട് തയ്ച്ചു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്നിട്ട് ഷേപ്പ് എത്രയാണ് നമ്മൾ കൊടുത്താൽ ഷേപ്പ് താഴേക്ക് കൊടുക്കുക. താഴെ നമ്മൾ മടക്കി തയ്ക്കാൻ 1 ഇഞ്ച് ഇട്ടുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ മടക്കി തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഷോർട്ട് ടോപ്പ്. ഇപ്പോൾ ഇതുപോലെ വേസ്റ്റ് വന്ന തുണികളൊക്കെ എടുത്ത് നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഒരു പ്ലീറ്റ് വന്നു ചെറുതായിട്ട് നല്ലൊരു സിമ്പിൾ ലുക്ക് കേട്ടോ. അപ്പോൾ സ്ലീവ്ലെസ്, ഇതിപ്പോൾ സ്ലീവ്ലെസ് ഇഷ്ടമില്ലാത്തവർക്ക് സ്ലീവ് ഇട്ടിട്ടും ചെയ്യാം, പഫ് സ്ലീവോ എങ്ങനെ വേണമെങ്കിൽ കൊടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിത് വളരെ സിമ്പിളായിട്ട് ചെയ്തു എന്ന് മാത്രമേ. ഇതിപ്പോൾ ജീൻസിനും അതുപോലെ സ്കേർട്ടിനൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ 2 ബട്ടൺ ഉണ്ടായിരുന്നു ഇതുപോലെ. ഞാനത് ഇങ്ങനെ ഏതൊരു ഇതിലും വെക്കാം. ഞാൻ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ വെക്കാൻ തോന്നി. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.